ഹായ്, എല്ലാവർക്കും ബിജനപൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് വഴിക്കടവിലേക്ക് ഓർഡിനറി സർവീസിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള BS6 ചേസിലുള്ള ബസ്സാണ്. അശോക് ലൈലാൻഡ് ചീറ്റ ചേസിൽ കരൂരിലെ DVM കോച്ച് പണിതിറക്കിയിരിക്കുന്ന ഝാൻസി റാണി ഹൈഫയുടെ പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല മഴയ്ക്കുള്ള കോളുണ്ട്, കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പണിയെടുക്കാം. വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കിയാൽ ഹൈഫ, ഇവരുടെ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്ന ഒരു സെയിം ഫോണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പേര് കൊടുത്തിരിക്കുന്നത്, ഹൈഫ ട്രാൻസ്പോർട്ട് എന്നുള്ളത്. പിന്നെ ബാക്കിലായിട്ട് കുറച്ച് ഷെയ്ഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ. അതുപോലെ ഇവരുടെ എല്ലാ ബസ്സുകളുടെയും എഡിഷൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഝാൻസി റാണി ദ ക്യൂൻ ഓഫ് വാർ എന്ന് കാണാം. അതുപോലെ LED ഡിസ്പ്ലേ ബോർഡ് വന്നിട്ടുണ്ട്, നല്ല മഴവിൽ കളറിലാണ്, നല്ല പല കളറിലുണ്ട്. രണ്ട് സൈഡിൽ ബോർഡുകൾ കാണാം. അതിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ DVMൻ്റെ നല്ല കിടുക്കാച്ചി ലുക്കിലുള്ള കൗളിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഹെഡ് ലാംപ്സ് ഇങ്ങനെ താഴേക്കൊരു കൂർത്തിറങ്ങിയ രീതിയിലും അതിൻ്റെ സെൻട്രലായിട്ട് ഫുള്ള് ഒരു ക്രോം വർക്കുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ഓപ്പണിംഗ് പോർഷനിലും ക്രോം പ്ലേറ്റ്സ് നല്ലോണം ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ലിപ്പുകൾ ഒരു ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് വയലറ്റ് കളറിലുള്ള ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയും കുറച്ച് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ പോർഷന് ഇവിടെയും കാണാം. ഈ ഒരു ലൈറ്റിൻ്റെ മുകളിലായിട്ടും 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണ വഴിക്കടവിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ്കേറുടെ ലോഗോ അവിടെ കാണാം. അതുപോലെ കൊമ്പിലായിട്ടും ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ ഹൈഫയുടെ ഈ ഒരു മനോഹരമായ DVM കോച്ചിൻ്റെ കൗള് കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വരുൺ വത്സരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. നല്ല മനോഹരമായിട്ട് ആ ഒരു ഫ്രണ്ട് കൗളും ബാക്ക് കൗളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ കിടുക്കാച്ചി ലുക്കാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ചീറ്റ ചേസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 5660 cc ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. 6 സിലിണ്ടർ എഞ്ചിനാണ്. പവർ 200 HP അറ്റ് 2400 RPM ആണ്. അതുപോലെ ടോർക്ക് വരുന്നത് 700 Nm അറ്റ് 1200 to 1900 RPM ആണ്. ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി 239 ലിറ്റർ ഡീസൽ കപ്പാസിറ്റി ഉണ്ട്. ആഡ് ബ്ലൂ ആണെങ്കിൽ 24 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹൈഫയുടെ ഓവറോൾ ഒരു സൈഡ് പോർഷൻ വരുന്നത്. ഹൈഫയുടെ അവിടെ ഒരു സ്റ്റിക്കറിങ്, ഒരു ക്രോം സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്, ഹൈഫയുടെ പേര്. അവിടെ എമർജൻസി എക്സിറ്റ് ഡോറ് കാണാം. ഇവിടെ ഡീസലിൻ്റെ ഓപ്പണിങ് സൈഡിലായിട്ട് ആ റൂട്ടുകൾ ഇംഗ്ലീഷിൽ സ്റ്റിക്കറിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോഗോ ഹൈഫയുടെ H വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവർ ഓപ്പണിംഗ് ഡോറ്. മുകളിലായിട്ടൊരു ടർബോ എന്നുള്ളൊരു പേര് കാണാം. അതുപോലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ താഴെയായിട്ട് ഒരു സ്ലൈഡിങ് ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സൈഡ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഹൈഫയുടെ ഒരു പാസഞ്ചർ സൈഡിൻ്റെ ലുക്ക് വരുന്നത്. ഈ സൈഡിലായിട്ട് ഒരു വലിയ ലോഗോ, ഒരു ഫുട്ബോളിൻ്റെ ടൈപ്പ് ഒരു സ്റ്റിക്കർ വർക്കിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ചൈനീസ് റൈറ്റിംഗ് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഫാദർ, അത് ചൈനീസ് ലെറ്റർ വരുന്നത് ഫാദർ, മദർ, ചൈൽഡ്, ഹോം, ജോയ്, ഹെവൻ. അത് ഫാദർ, മദർ, ചൈൽഡ് വീട്ടിൽ ജോയ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സ്വർഗ്ഗം എന്നാണ് ഇവർ ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളത്, ചൈനീസ് കൺസെപ്റ്റിൽ. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൽ റൂട്ട് ഒക്കെ ഇംഗ്ലീഷിൽ താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസഞ്ചർ ഡോറിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഗ്ലാസിൻ്റെയും മെയിൻ ഗ്ലാസിൻ്റെയും സെൻട്രലായിട്ട് ഒരു ബീഡിങ് കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഫ്രണ്ട് തൊട്ട് ആ ഒരു ഫുള്ള് ബാക്ക് വരെ ആ ഒരു ബീഡിങ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ആദ്യമായിട്ടാണ് നമ്മൾ ബസ്സുകളിൽ നമ്മുടെ വീഡിയോകളിൽ കാണുന്നത് ഈ ഒരു ബീഡിങ്. സാധാരണ അവിടെ ഒരു
പ്ലെയിൻ പോർഷൻ തന്നെ വരാനുള്ളത്, പക്ഷേ ഇത് കുറച്ച് ബൾജ് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബീഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ബാറ്ററി ബോക്സിൻ്റെയും ഒരു ലഗേജ് ബെർത്ത് ഓപ്പണിങ്ങും ഈ ഒരു സൈഡ് പോർഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഹൈഫയുടെ ലെറ്റർ ഇവിടെ കാണാം. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ്സിലടുത്തൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഗൈഡ് അസ് ദ സ്ട്രെയിറ്റ് പാത്ത്, നേർവഴിയിൽ നടത്തൂ. നമ്മൾ ബാക്കിലെ ലുക്ക് നോക്കിയാൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്, ലാഡേഴ്സ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസിൻ്റെ റിയർ ഗ്ലാസിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 കോർണറിലും ഓരോ ലൈറ്റുകൾ കാണാം. അതുപോലെ ഇവിടെ LED ഡിസ്പ്ലേ ബോർഡിന് ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സെൻട്രലായിട്ട് ഒരു സ്റ്റീൽ വർക്ക് കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അത്രയും ഭാഗത്ത് ഇങ്ങനെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റീലിൻ്റെ ഒരു സേഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. DVN കോച്ചിൻ്റെ ബാഡ്ജിങ് അവിടെ കാണാം, GVN കോച്ച് വി മൂർത്തീസ് DVN കോച്ച് എന്നാണ് അതിൻ്റെ ഒരു പേര് വരുന്നത്. അത് ഗ്ലാസ്സിലായിട്ട് ചെറിയൊരു താജ്മഹൽ മോഡലൊരു സ്റ്റിക്കർ വർക്കിങ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഹൈഫ എന്നിവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ചരിച്ചെഴുതിയിട്ടുണ്ട്. പെരുന്നാൾ വൈക്കിടന്ന് ഒരു സ്റ്റിക്കർ താഴെ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ മെയിൻ ഭാഗത്തേക്ക് വരാം. ഡ്രൈവർ ക്യാബിൻ, ലൈലൻറ്റിൻ്റെ സ്റ്റിയറിംഗ് വീലിനകത്ത് സെൻറ്ററിൽ ഒരു പരുത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്ലാഗ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പോർഷനിൽ കാണാറുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. സെൻറ്ററിൽ ലൈലൻറ്റിൻ്റെ ലോഗോ ആണ്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ലുക്കിലേക്ക് നോക്കിയാൽ ഇത്രയൊരു പോർഷനിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇത്രയും ഈ ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡോർ സ്വിച്ച് അതുപോലെ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കിയാൽ ഒരു വൈറ്റ് ACP വർക്കിൽ, വൈറ്റില്ല ഒരു ക്രീം ഡിസൈൻ ചെയ്തിട്ടുള്ള ACP വർക്കിലാണ് ആ എൻഡ് ടു ഈ ഒരു എൻഡ് വരെ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ഒരു സെൻട്രലായിട്ടൊരു റെഡ് കുഷനിൽ ചെയ്തിട്ടുള്ളൊരു പെട്ടി കാണാം. അവളാം ഒരു പെട്ടി കാണാം. അതുപോലെ ഇതിൻ്റെ കോർണറിലൂടെയും ആ ഒരു കുഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോണറ്റ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ നോക്കി, ആ കുഷനിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ബോണറ്റ്. അതുപോലെ ഗിയർ ലിവർ വരുന്നത് ഈ ഒരു പോർഷനിൽ, ഇത്ര ഒരു പോർഷനിലാണ് ആ ഗിയർ ലിവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർക്ക് കറക്റ്റായിട്ട് കൈയെത്തുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഡ്രൈവർക്ക് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡിങ് ക്യാബിൻ കാണാം. അതുപോലെ ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചീറ്റയുടെ സൗണ്ട് അങ്ങനെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഹോൺ പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ കരൂരിൽ നിന്ന് വന്ന് വെച്ചിട്ട് 1240 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക് വരുന്നത്. ഡ്രൈവർക്ക് ഈ ടൈപ്പുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈവർ സെപ്പറേഷനിൽ മാഷാ അല്ലാ വെൽക്കം ടു ഹൈഫ എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ടൊരു എയർ വെന്റിലേഷൻ വരുന്നുണ്ട്. അതുപോലെ ആ ഒരു സ്ലൈഡിങ് ക്യാബിന് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ടൊക്കെ ഒരു ഗ്രീൻ ടൈപ്പ് ക്വാർട്ടർ ഗ്ലാസ്സിൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ സൈഡിൽ ഫുൾ ലെങ്ത്ത് സീറ്റ് പെട്ടി ആയിട്ട് സൈഡിൽ ഓപ്പണിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ ഫ്ലോർ പോർഷൻ ഫുള്ളൊരു റെഡ് ഷീറ്റിലാണ് ഇതിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ള് ചെയ്ത്. സെൻറ്ററിലുള്ള ലൈനിൽ പട്ട കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ആ ഒരു റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡോർ പോർഷൻ വരുന്നത്. ആ ഡോറിലേക്കായിട്ട് യെല്ലോ ഒരു എൻഡിൽ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഡോറിനകത്ത് ഇവിടെ ഒരു പക്ഷിയുടെ ചിറക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട്. അതുപോലെ ഇതിൻ്റെ റൂഫ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ തൊട്ട് താഴെ ഇവിടെയൊക്കെ ക്രോം പ്ലേറ്റ്സിൽ ചെയ്തിട്ട് ഇവിടെ സെൻട്രലായിട്ട് 2 ACP കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം ഡിസൈൻ ചെയ്തിട്ടുള്ള സെൻറ്ററും ഒരു ബ്ലൂവിലുള്ള 2 ACP വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട്
ബെർത്ത് കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഓരോ കളറുള്ള ലൈറ്റുകൾ താഴെ വരുന്നുണ്ട്. അതുപോലെ ഈ ക്രോം പ്ലേറ്റ്സിൻ്റെ അവിടെയും കുറച്ച് മിന്നുന്ന ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ DVN കേരള വണ്ടികൾക്ക് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റാണ് ഈ ഒരു കാണാനല്ലേ, ഒരു 4 കളറിൽ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു പ്ലേറ്റിൽ ചെയ്തിട്ടുള്ള ലൈറ്റാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് ഡിം ചെയ്ത് കാണിച്ചിട്ടാണ് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് പിന്നെ എല്ലാ കരൂർ വണ്ടികൾക്കും വരുന്ന ലൈറ്റാണ്. അതുപോലെ ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ, അതുപോലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെയും കൂടെ ഒരു റണ്ണിങ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. അതിലിങ്ങനെ വരുമ്പോൾ അവിടെ ഹൈഫയുടെ പേരുണ്ടല്ലോ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്, കളറിൽ ഇങ്ങനെ ഓടുന്ന ടൈപ്പ്. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. വണ്ടി 48 സീറ്ററാണ്. ഓർഡിനറിയിലേക്കായപ്പോൾ കുറച്ച് സീറ്റുകൾ കുറവ് വന്നിട്ടുണ്ട്. ബാക്കിൽ ഫുൾ ലെങ്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് CCTV ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം വണ്ടി ഓടി തുടങ്ങുള്ളൂ. ഈ സൈഡിൽ ഫുള്ളായിട്ട് ക്രോം പ്ലേറ്റ്സാണ് ചെയ്തിട്ടുള്ളത്. എമർജൻസി എക്സിറ്റ് ഡോർ പോർഷൻ വരുന്നത്. നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ വീൽ കപ്പാണ്. ഇതൊരു വീൽ കപ്പ് ഇനി ചേഞ്ച് ചെയ്യാനുണ്ട്. നല്ല കുഷ്യനിലുള്ള മനോഹരമായ സീറ്റുകൾ. പിന്നെ സീറ്റുകൾ പറ്റി പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. ഇവിടെയും ആ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഡോർ പോർഷൻ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. സീറ്റിൻ്റെയൊക്കെ താഴെയായിട്ട്, സീറ്റിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ക്രോം പ്ലേറ്റ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ലെഗ് സ്പേസ് വണ്ടിക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ DVNൻ്റെ ബാഡ്ജിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, DVN കോച്ച് വിമൂർത്തി B, ബോഡി ബിൽറ്റ് ബൈ ദുർഗ ഇൻഡസ്ട്രീസ്, മധുരൈ ന്യൂ ബൈപ്പാസ് റോഡ് നിയർ പെരായി ആർച്ച്, കരൂർ, തമിഴ്നാട്. അപ്പോൾ എല്ലാവർക്കും പെരുന്തമണ്ണ വഴിക്കട റൂട്ടിലേക്ക് വന്നിരിക്കുന്ന പുതിയ ഹൈഫയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വണ്ടി ഉടനെ ഓടിത്തുടങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാവൽ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.